യാത്രകളുടെ അതിരുകളില്ലാ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല ഒരു ഇന്ത്യ ട്രിപ്പൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലെ ഫാമിലിയോടൊപ്പം വന്നേക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ കുറച്ച് റോഡ് ട്രിപ്പുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഇവിടെ വരെ എത്തിയതൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ നിങ്ങളൊന്ന് പെട്ടെന്ന് പോയി കണ്ടിട്ട് പോവാം. അപ്പോഴേക്കും ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് യാത്രകളുടെ അതിരുകളില്ലാ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈജോ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യം ഡാർലി ഡ്രൈവിംഗ് സീറ്റ് വരുന്നതാണ് എനിക്ക് വീഡിയോ എടുക്കാനും ബാക്കി എല്ലാത്തിൻ്റെ സൗകര്യം. പക്ഷേ ഒറ്റൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഡാർലി ഒരു പുതിയ ഡ്രൈവറാണ്, അധികം എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഞാൻ ഫോഴ്സ് ചെയ്ത് വണ്ടി ഓടിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഓടിക്കണം, അല്ലാതെ പറ്റൂല. പക്ഷേ ഈ ഹൈവേയിലൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഡാർലി വളരെ സ്ലോ ആയിട്ട് ഇതുപോലെയുള്ള ട്രാഫിക്കിലൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ സ്പീഡിൽ ഓടിച്ചില്ലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിയല്ല. അതുകൊണ്ട് പിന്നെ കപ്പിൾസ് ട്രാവൽ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഡ്രൈവിങ്ങിൻ്റെ പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതും പിന്നെ ട്രിപ്പിൻ്റെ മൂഡ് കളയാതിരിക്കാനും വേണ്ടി ഒരു സേഫ് ആയിരിക്കാൻ വേണ്ടി ഞാൻ ഡ്രൈവിംഗ് സീറ്റ് വന്നേക്കുവാണ്. എന്നാണെങ്കിലും ഹിറ്റിംഗ് ദ റോഡ്. അങ്ങനെ വീണ്ടും സൗത്ത് ആഫ്രിക്കയിലെ റോഡ് ട്രിപ്പ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇനിയുള്ള റോഡ് ട്രിപ്പുകൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള റോഡ് ട്രിപ്പുകളൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഫാമിലിയോടുള്ള യാത്രയൊക്കെ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ കൂടുതലും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ കൺട്രി സൈഡ്, ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാം ലാൻഡ്. ഇപ്പോൾ ഇവിടുത്തെ സമ്മറാണ് ശരിക്കും. അപ്പോൾ സമ്മറിൽ ഇവിടെ ശരിക്കും പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ അല്ലെങ്കിൽ ഫാമുകളൊക്കെ റെഡിയായി നിൽക്കുന്ന നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. വിൻ്ററിനെ അപേക്ഷിച്ച് വളരെ ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള റോഡ് ട്രിപ്പുകളും കുഞ്ഞു കുഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 600 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങളിന്ന് പോയി സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം ഒരു അമേസിങ് ആയിട്ടുള്ള സ്റ്റേ. അതാണ് ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. പക്ഷേ അങ്ങോട്ടുള്ള ആ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. എങ്ങനെയുണ്ട് സംശയ ആഴ്ച തിരിച്ചു വന്നിട്ട് എന്നാ തോന്നുന്നു? അതെ അല്ലേ. സത്യം പറഞ്ഞാൽ ഇന്ത്യ ട്രിപ്പിന് ഞാൻ ഇവരെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അവർക്ക് അമ്മയില്ലാതെ അമ്മയോ എല്ലാവർക്കും ഇവർക്കൊരു മുഷിച്ചിലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ദൂരം കവർ ചെയ്ത് പോകാൻ അവർക്കൊരു മടിയായിരുന്നു. പക്ഷേ വീഡിയോസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്സും കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര മിസ്സിങ് ഫീലിങ്. എന്നാണെങ്കിൽ ഇപ്രാവശ്യം ഒരു വെറൈറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ട്രിപ്പുകൾ ഒന്നിച്ച് ചെയ്യാമെന്ന് പറയേണ്ട താമസം എല്ലാവരും ചാടി വന്നിട്ടുണ്ട്. ഞാനേ ഐ യു എക്സൈറ്റഡ്? നിനക്ക് എന്നെ കാണാൻ ആഗ്രഹം ഇപ്രാവശ്യം? ഓസ്ട്രേലിയ. ഇത് നോക്കി, ഇവിടുത്തെ ആംബിയൻസ് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ നിർത്തിയേക്കുന്നത്, ഞങ്ങൾ ഓൺ ദ വേ വന്നപ്പോഴേക്കും ഒരു ഫാം സ്റ്റാൾ കണ്ടു. ഫാം സ്റ്റാളിൻ്റെ അടുത്ത് അവർ ഈ പംകിൻസ് തന്നെ സാധിച്ചത്. നീ ഒന്ന് പറഞ്ഞാൽ നടി, പംകിൻസ് ഇത്രയും ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നതാണോ ഇത് മിസ്സായി പോയതേക്കുന്നതാണോ, അതിനെ ചെറുതാണോ? അതിൻ്റെ ഡീറ്റെയിൽസിന് മുമ്പ് നമുക്ക് ഞാൻ ഡാലിയോട് ചോദിക്കും. ഡാലി എന്നാ തീരുമാനിച്ചു എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം എന്നാ? അത് ശരി കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കറിയാം ക്യാമറ പിടിക്കാനും ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് പാർട്ടെന്ന് പറയുന്നത് ഇതിന് ക്യാമറ പിടിക്കാനും നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് മച്ച് മോർ ഈസിയാണ്. ഞാൻ പിന്നെ മാരിയൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോഴും മാരിയൻ പറയുമായിരുന്നു ഈ വിഷ്വൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് മാരിയനും പറയുമായിരുന്നു. അപ്പം എന്നാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഒത്തിരി ആശ്വാസം. പിന്നെ ഡാർലി ഒരു കൊച്ചു ഡ്രൈവറാണ്. ഡാർലി എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് ഡ്രൈവിംഗ് പഠിപ്പിച്ചതാണ്. ഇപ്പോൾ എന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലും ഡാർലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല
സ്ഥലങ്ങൾ സീഷൻസ് തുടങ്ങിയപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ പിള്ളേർക്കാണെങ്കിലും പോകണമെന്ന് പറഞ്ഞു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് കണ്ടപ്പോൾ ഞാനോട് പോട്ടെ എന്നെ കൂടെ വിടാമോ എന്ന് ചോദിച്ചായിരുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവർക്ക് കംഫർട്ടബിൾ ട്രിപ്പാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ട്രിപ്പുകൾ അറിയാമല്ലോ, രാവിലേക്ക് ഇപ്പോൾ ഞാനൊരു ട്രയൽ ട്രിപ്പിനും കൂടെ ഇപ്രാവശ്യം ഇവരെ ഒരു ട്രയലിനും കൂടെയാണ് ഞാൻ ഈ ട്രിപ്പിൽ കൂട്ടിയേക്കുന്നത്. ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് പോയി സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ തുടർന്നുള്ള എൻ്റെ യാത്രകൾ കൂടുതലും കുറച്ച് അഡ്വഞ്ചറസ് മൂഡുള്ളൊരു യാത്രകളാണ്. പക്ഷേ ഇവർക്ക് അങ്ങനത്തെ ഒരു കൺസേൺ എപ്പോഴും കിടപ്പുണ്ട്. പിള്ളേർ ഡാർലിയുടെ കണ്ടീഷൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അല്ലേ? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കൊച്ചുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം മാത്രമേ. കേപ്പ് ടു കേരള ട്രിപ്പ് കണ്ടപ്പോൾ ആ യാത്ര കണ്ടപ്പം അത് ഇച്ചിരി റിസ്ക് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു റിസ്ക് ഒന്നും ഉണ്ടാവരുത്, അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്കൊക്കെ അല്ലേ? അതെല്ലേ, നോക്കാം. ഇവർക്ക് സേഫ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് കൊടുക്കാം. സ്ലോലി സൗത്ത് ആഫ്രിക്കയുടെ ഒരു അഡ്വഞ്ചർ മൂഡ്, അല്ലെങ്കിൽ ക്യാമ്പിങ്, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എപ്പിസോഡുകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം നമുക്ക് എന്നാണെങ്കിലും യാത്ര അതിമനോഹരമാക്കി മാറ്റാൻ പറ്റുവാണ്. നമുക്ക് ദൈവം അനുഗ്രഹിച്ച്. നിങ്ങൾ കണ്ടോ, ഇത് എപ്പോഴും സൗത്ത് ആഫ്രിക്ക ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇത് നോക്കിയാൽ ഫാം ലാൻഡ് ആണെങ്കിലും എല്ലാ രീതിയിലും വളരെ ബ്ലെസ്ഡ് അനുഗ്രഹിച്ച് കിട്ടിയേക്കുന്ന ഒരു ലാൻഡാണ്. അപ്പോൾ ആ ലാൻഡ് ആവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും എങ്ങോട്ട് വെച്ചാലും ക്യാമറ ഫ്രെയിംസിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഏകദേശം കേപ്പ് ടൗണിൽ നിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 150 കിലോമീറ്റർ മാറിയുള്ള ഒരു ഫാം ലാൻഡിലേക്കാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോകുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ കൺട്രി സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞ് ഫാം സ്റ്റോളുകളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ വരുന്നത് ഇവിടുത്തെ ഒരു ഫാം സ്റ്റോൾ ഇവർ അലങ്കരിച്ച് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത് എന്ത് രസമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ? സ്റ്റാർ ഫ്രൂട്ട് പോലെ ഉണ്ട് അല്ലേ? എന്തെല്ലാം ഷേപ്പ് അല്ലേ? ഞാൻ വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് ഈ സ്റ്റോളിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം എന്താണെന്നൊന്ന് നൈസായിട്ട് എന്താ ഇവിടെയൊക്കെ ഉള്ളതെന്ന് നോക്കാം. ഫാം സ്റ്റോളുകൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെ മത്തങ്ങയുടെ വളരെ വെറൈറ്റി ഇതിൻ്റെ അകത്തേക്ക് കാണുമ്പോൾ ഇതുണ്ടോ മത്തങ്ങ ഷേപ്പിലുള്ള. ലെറ്റ് മീ ഗോ ആൻഡ് ആസ്ക് ദ പെർമിഷൻ. ഹലോ മോർണിംഗ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. നോ, വെൻ ഐ സോ ദിസ് ഇസ് യു ആർ arranged very beautifully. I thought about to take a stop and see what's in the farm. Okay, no, it's fine. നമ്മൾ ഇവിടെ തന്നെയുള്ള ലോക്കലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു സ്റ്റോൾ, അതായത് എല്ലാ ഫാം സ്റ്റോളിലെ പോലെ ഇതുണ്ടോ ഫ്രൂട്ട്സ്. ഇതാ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഫ്രൂട്ട്സ് സീസണാണ്. അപ്പോൾ പല ടൈപ്പ് ഫ്രൂട്ട്സ്, നമ്മുടെ പാഷൻ ഫ്രൂട്ട്, പീച്ച്, പ്ലം, ഫിഗ് ഫ്രൂട്ട് എന്ന് പറയും. നല്ല ഫിക്കിൻ്റെ അച്ചാറുകൾ ഉണ്ടാക്കും, ജാം ഉണ്ടാക്കും. നമ്മുടെ നാട്ടിൽ നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഫിഗ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത്തിപ്പഴമാണ്. അത് നാട്ടിലെ പാഷൻ ഫ്രൂട്ടാട്ടോ, പാഷൻ ഫ്രൂട്ട് ഇത്. അപ്പം പാഷൻ ഫ്രൂട്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് മറ്റേ സിറപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് റോയ്ബോസ് ടീ എന്ന് പറയും. ഈ നമ്മൾ ശ്രീലങ്കൻ ടീ, സിലോൺ ടീ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റോയ്ബോസ് എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ടീ ബ്രാൻഡാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും കൂടുതൽ ഓക്സിഡൻ്റ് ഉള്ള ടീ ആണ് റോയ്ബോസ് എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് ഉള്ളത്, പിള്ളേർക്കുള്ളത്, അങ്ങനെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടീ ആണ്. അതിൻ്റെ പല ഫ്ലേവറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ചിപ്സ്, സ്വീറ്റ്സ്. Okay, pick a nut. That's the other nut. Okay. What about this one? This is like... It's almond. Almond. This one, I got one, yeah? This is also if got you open it, shell. Yeah, then it look like this. Okay, like badam. Yeah. It's like a badam, na? Yeah, it's almost look like badam. Almond. It's look Yes, it's an almond. But you're talking about macadamia. മക്കഡാമിയ എന്ന് പറഞ്ഞൊരു നട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സിനെ കുറിച്ച് ഈ അടുത്തൊക്കെ മലയാളത്തിലെ ഫിലിം സ്റ്റാർസൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനൊത്തിരി വാല്യൂ ഉള്ള ഒരു നല്ല നട്ടായിട്ട് ഭയങ്കര ഡിമാൻഡുള്ള ഗൾഫ് റീജിയൻ, അത് ഇവിടുന്ന് ഒത്തിരി കയറി പോകുന്നുണ്ട്. നോക്കട്ടെ, എവിടെയെങ്കിലും ഞാനത് കാണുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. അതോടൊപ്പം തന്നെ ഇതുണ്ടോ, ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഒരു ഫാം സ്റ്റോറി കയറുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടുത്തെ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനവും ഉണ്ട്. ഇതിൻ്റെ വില വരുന്നത് എത്രയാ? 193. എന്നുവെച്ചാൽ ഒരു 900 രൂപ അടുത്ത് വരും ഇത്രയും സാധനം മേടിക്കണമെങ്കിൽ. പക്ഷേ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട് എല്ലാ സാധനവും, പ്ലം, പീച്ച്, എല്ലാ സംഭവവും വരുന്നുണ്ട്. ഇതുണ്ടോ സൺ ഡ്രൈഡ് ഫിഗ്സ്. ഓക്കെ, ഇത് ഫിഗ് ഫ്രൂട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ ഫിഗ് ഫ്രൂട്ടാന്ന് പറഞ്ഞില്ലേ. ഫിഗ് ഫ്രൂട്ടിൻ്റെ ഇത് ഈ പറയുന്ന ഈ ഫ്രൂട്ട് നല്ല രീതിയിൽ, അതായത് വെയിലത്ത് ഉണങ്ങിയെടുത്തേക്കുന്ന ഫിഗ് ഫ്രൂട്ടാണ്.
ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ട്രിപ്പിൻ്റെ ഒരു ഹൈലൈറ്റും കൂടെ പറയാം. സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രൂട്ട്സിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയ ഒരു രാജ്യമാണ്. ആ രീതിയിൽ ഇവിടുത്തെ ഫാം ലൈഫും ഇവിടുത്തെ ഫാം സ്റ്റോറുകൾ, കുഞ്ഞു കുഞ്ഞ് വില്ലേജുകൾ, അതിൻ്റെയൊക്കെ ബ്യൂട്ടിയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാം. സൗത്ത് ആഫ്രിക്കയിലെ ഓക്കെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജിലേബി ആയിട്ട് ഓക്കെ, ജിലേബി പോലെ തന്നെ അത്രയും മധുരമുള്ളൊരു സംഭവമാണ്. എന്നെ പേരിന് കുക്ക് സിസ്റ്റേഴ്സ്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് കാണാം ഇതുണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കോഫി ജഗ്ഗില്ലേ, അതായത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഇത് തന്നെ ഹാങ് ചെയ്തിട്ട് ഇത് കോഫിയൊക്കെ എടുക്കുന്ന പഴയ നമ്മുടെ ക്യാമ്പ് ലൈഫൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഇത് മെറ്റലാണ്. അപ്പം നമുക്ക് അതിൻ്റെ അടിയിൽ തന്നെ ഡയറക്റ്റ് തീ കത്തിച്ചിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണലായിട്ട് ബ്രൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പഴയ സിസ്റ്റത്തിൽ ചൂട് പോവാതെ വെക്കുന്ന ഒരു പാത്രമാണ്. നമ്മുടെ ഇത് മെറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബ്രൈ ഉണ്ടല്ലോ, ഇവിടുത്തെ മീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് വെച്ച് വെക്കുമ്പം ഇത് മെറ്റലായതുകൊണ്ട് തന്നെ ആ ചൂടിൽ കുറേ നേരം നിൽക്കും. അപ്പം ഇതൊക്കെ ഇവിടുത്തെ കൺട്രി ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജാമുകൾ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രാൻഡല്ല, ഇവർ ഓരോ ഫാമിനും അവരുടെ ചെറിയ ചെറിയ ബ്രാൻഡുകൾ. പിന്നെ കുക്കീസൊക്കെ ഇതൊക്കെ എല്ലാം ഇവിടുത്തെ തന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുക്കീസ് ഇവരുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ട്രഡീഷണൽ. സീ സോൾട്ട്, ബ്രൈ സാൾട്ട്. ബ്രൈ എന്ന് പറയുന്നത് ഇവരൊരു സെക്കൻഡ് നേച്ചറാണ്. അതായത് ഇവിടുത്തെ ഒരു മീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡയറ്റാണ്. അപ്പം അതിനേക്ക് വേണ്ട സാധനങ്ങൾ, അതായത് ബ്രൈ സാൾട്ട്, പിന്നെ അതിനുവേണ്ടി ആഡ് ചെയ്യുന്ന സാധനങ്ങൾ, അതുപോലെ അതിലോട്ട് ആഡ് ചെയ്യുന്ന മസാല. നമ്മുടെ നാട്ടിൽ മല്ലിമുളക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവർക്കുള്ള ഇത് ഹെർബ്സാണ്. ഇത് നാച്ചുറൽ ഹെർബ്സാണ്. ഈ ബുഷ് ലാൻഡിൽ ഉപയോഗിക്കുന്ന സ്പൈസ്, റോസ്മെരി അങ്ങനെയൊക്കെ പറയുന്ന ഹെർബ്സ് എല്ലാം കൂടെ വരും. അത് ഇവരൊരു ഇത് പിന്നെ ഇത് അതിൻ്റെ ഒരു മിക്സാണ്. ഇത് അങ്ങനെ ഉണ്ടാക്കി ഇതൊരു പൊടി പോലെ, നമ്മുടെ കുരുമുളക് പൊടി പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇത് കോപ്പയാണ് അല്ല, ഇതും ഈ പറഞ്ഞ പോലെ ഇതുണ്ടോ, ഇതിങ്ങനെ ഡയറക്റ്റ് ഈ കനലിലോട്ട് ഇങ്ങനെ വെക്കും ഇവർ. അന്നേരം കൈ പൊള്ളാതിരിക്കാനാണ് ഈ തടിപ്പാട്ട്. എന്നിട്ട് കനലിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ തിളപ്പിച്ച് കഴിക്കാം. ഇത് നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള മെറ്റീരിയൽസ് പഴയ നമ്മൾ കോപ്പയല്ല, ഇരുമ്പിലുള്ള ഇതുണ്ട്, ഇരുമ്പിലുള്ള മെറ്റലാണ്. പിഞ്ഞാണം എന്നൊക്കെ പറയും, അതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അതിൻ്റെ തന്നെ പല പല വെറൈറ്റികൾ. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടൗൺ ലൈഫിൽ നിന്ന് മാറി കുറച്ച് കൺട്രി സൈഡിലേക്ക് വരുമ്പോൾ മാത്രമാണ് കാണുന്നത്. നമ്മുടെ സിനിമൻ, നമ്മുടെ കറുവാപ്പട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കും അതുണ്ട് കേട്ടോ. ഇതുണ്ട് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇതുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന ഇത് മെറ്റലിലാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇവർ ഈ ഓഫ് റോഡിങ്ങും അല്ല ഓവർലാൻഡിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ ഗ്ലാസിൻ്റെ മെറ്റീരിയൽസ് ആണ് പൊട്ടിപ്പോകും. അതുമാത്രമല്ല ഡയറക്റ്റ് തീയിൽ വെച്ച് നമുക്കിത് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു രസം. അപ്പം ഫാം സ്റ്റാളിലെ ന്യൂസ് വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഡാലിയും പിള്ളേരും അവരുടെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിൻ്റെ ഇടയ്ക്ക് അതെ അല്ലേ, നിങ്ങൾ എവിടെയാണെങ്കിലും ഷോപ്പിംഗ് ആണ് നിങ്ങളുടെ മെയിൻ ഇൻട്രസ്റ്റ് അല്ലേ? എന്നാ നിങ്ങൾ മേടിച്ചത്? അത് എന്നാ ഡ്രൈ ഫ്രൂട്ടും ഓക്കെ ഹാപ്പിയാണല്ലേ? ഹലോ ഹായ്. എന്നാണേലും എന്താ വൈബല്ലേ. വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. രാവിലെ തന്നെ ആൾക്കാരൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഇങ്ങനെ ആംബിയൻസ് കണ്ടപ്പോൾ അങ്ങ് നിർത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കട കേട്ടോ, ചെറിയ കട. പക്ഷേ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആംബിയൻസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഹാപ്പി ആയോ കേട്ടോ? നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണ്ടേ? വാ. സിയാനെ ഒരു പംകിൻ വേണമെന്നല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. എടുക്കാതിരിക്കാം. അവർ നിനക്ക് എന്നടാ വേണ്ടേ? ഇതാണോ നിനക്ക് വേണ്ട? ഞാൻ ചോദിക്കണോ? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ശരിക്കും നമ്മൾ ഇവിടെയാണോ താമസിക്കാൻ പോകുന്നത്?